ശംശായിക്ക് സ്തുതിയായിരിക്കട്ടെ. ആത്മീയ ഭോജ്യത്തിൽ നാം ഇന്ന് ചിന്തിക്കുന്ന വിഷയം, ദൈവത്തെ എങ്ങാനും നമ്മൾ വിരൂപരാക്കുന്ന വ്യക്തികളാണോ? ദൈവത്തെ വിരൂപനാക്കുന്നത് അത് ഒരു മഹാക്രൂരതയാണ്. ഇന്ന് ദൈവമില്ല എന്ന് പറയുന്ന വ്യക്തികളുണ്ട്, ദൈവം ക്രൂരനാണ് എന്ന് പറയുന്ന വ്യക്തികളുണ്ട്. അവർക്ക് ദൈവത്തെ അറിയാത്തവരാണ്. ദൈവത്തെ അറിഞ്ഞവർക്ക് അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. സത്യം അറിഞ്ഞവർക്ക് അങ്ങനെ പറയാൻ പറ്റത്തില്ല. പിന്നെ ദൈവത്തെ വിരൂപനാക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ആ ഒരു യഥാർത്ഥ നന്മ, സ്വഭാവം, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിഷേധിച്ച് സംസാരിക്കുന്ന വ്യക്തികളെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ബൈബിളിൽ പോലും അങ്ങനത്തെ പല കാര്യങ്ങളും നമുക്ക് കണ്ടെത്താൻ പറ്റും. എന്തുകൊണ്ട് സംഭവങ്ങൾ? ഒരാളുടെ കാര്യം പറഞ്ഞത്, അദ്ദേഹത്തിന് വളരെ അനിഷ്ടമായൊരു കാര്യം, ഭാര്യ ഒരു അപകടത്തിൽ മരിച്ചതാണ്. അതോടെ ആ മനുഷ്യൻ ചെയ്തൊരു കാര്യം, അദ്ദേഹത്തിൻ്റെ വീട്ടിലിരുന്നൊരു കുരിശ് രൂപം അത് എടുത്ത് അടിച്ചു പൊട്ടിച്ചു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞത്, ദൈവമില്ല, ഉണ്ടെങ്കിൽ തന്നെ ദൈവം സ്നേഹമൊന്നുമല്ല, ക്രൂരനാണ്. അല്ലെ പിന്നെ എന്നോട് ഇതുപോലൊരു കാര്യം ചെയ്തത് എന്തുകൊണ്ട്? വൈകാരികമായിട്ട് അങ്ങനെ അങ്ങോട്ട് മൂവ് ചെയ്ത് അതനുസരിച്ച് അദ്ദേഹം ചെയ്തു പോയൊരു കാര്യം പിന്നീട് അതേക്കുറിച്ചെല്ലാം ഓർത്ത് അനുദപിച്ച് കർത്താവുമായിട്ട് രമ്യതപ്പെട്ടൊരു വ്യക്തിയാണ്. അവരുടെ അമ്മച്ചി അവർ പറഞ്ഞാണ്, എൻ്റെ കുടുംബത്തിന് ദൈവകോപം ഒന്നും വരാതിരിക്കാൻ വേണ്ടി ഒന്ന് പ്രത്യേകം പ്രാർത്ഥിക്കണേ. എന്താ കാരണം ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത്, മകള് ഒരിക്കൽ ബൈബിൾ എടുത്തിട്ട് തറയിലേക്ക് ഒറ്റ ഏറ്. എന്നിട്ടും അവളുടെ ദേഷ്യം തീരാതിരുന്നപ്പോൾ അവൾ എന്നിട്ട് ബൈബിൾ എടുത്തിട്ട് അതിനകത്ത് കുറച്ച് താളുകൾ വലിച്ചു കയറി. അതാണ് ഭ്രാന്തിയെ പോലെ പെരുമാറുക. കാരണം ചോദിച്ചപ്പോഴാണ് പറഞ്ഞ, അവൾ എന്തോ കാര്യം ദൈവത്തെ പറഞ്ഞ് ഏൽപ്പിച്ചു, പരീക്ഷയുടെ വിജയമോ അല്ലെങ്കിൽ മാർക്ക് ഇത്ര ശതമാനമെങ്കിലും കിട്ടണം. റിസൾട്ട് വന്നപ്പം അത്രയും കിട്ടിയില്ല. അതിൻ്റെ ദേഷ്യം, ഈ ദൈവം വിശ്വസിക്കാൻ കൊള്ളുന്ന ദൈവമല്ല, ആശ്രയിക്കാൻ കൊള്ളുന്ന ദൈവമല്ല എന്ന രീതിയിൽ അവള് താള് വലിച്ചു കയറി. ഇങ്ങനെയുള്ളവർ ചെയ്യുന്നത് ദൈവത്തെ വിരൂപനാക്കുന്നതല്ലേ? നമ്മളങ്ങനെ ദൈവം കൊള്ളാത്തവനാണ്, സ്നേഹമില്ലാത്തവനാണ്, ക്രൂരനാണ് എന്ന് പറയുമ്പോഴേ ദൈവാനീതിയിലാവുമോ? മാറ്റമില്ലാത്ത ദൈവം. ആ ദൈവത്തെ നമ്മൾ മനസ്സിലാക്കി അത് അംഗീകരിച്ച് നമ്മൾ മുമ്പോട്ട് പോകാൻ തയ്യാറാവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇവരിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് പ്രതികരിച്ച ഒരു വ്യക്തിയെ ബൈബിളിൽ കാണാം. ജോബിൻ്റെ പുസ്തകം 1-ാം അധ്യായം 8-ാമത്തെ വചനത്തിലേക്ക് വരുമ്പോൾ അവിടെ പറയപ്പെട്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട്. ജോബിനെ പോലെ സത്യസന്ധനും നിഷ്കളങ്കനും തിന്മയെ വെറുക്കുന്നവനും ദൈവത്തെ മാനിക്കുന്നവനുമായി ആരുണ്ട്? നന്മയുടെ ഒരു നിറകുടം എന്ന് വേണമെങ്കിൽ പറയാം ജോബിനെ കുറിച്ച്. ഈ മനുഷ്യൻ ഇങ്ങനെയെല്ലാം ആയിരുന്നിട്ട് എന്തൊക്കെയാണ് ആ മനുഷ്യൻ്റെ ജീവിതത്തിൽ വന്നത്? ഒരു ടെസ്റ്റിന് വിധേയപ്പെട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും അവൻ്റെ ജീവിതത്തിൽ വന്ന കാര്യങ്ങൾ, 7000 ആട്, 3000 ഒട്ടകം, 500 ജോഡി കാള, 10 മക്കള്, നല്ല ആരോഗ്യം, എല്ലാം നഷ്ടപ്പെട്ടു. അവസാനം കുഷ്ഠരോഗം ബാധിച്ചു. അങ്ങനെ അവൻ്റെ ആരോഗ്യം നഷ്ടപ്പെട്ടു. അവന് നേട്ടമെന്ന് പറയാവുന്ന സകലതും നഷ്ടപ്പെട്ടു. അതുപോലെ ബാക്കിയുണ്ടായിരുന്ന ഭാര്യ അവൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, ഇനി നിങ്ങൾ ദൈവം എന്ന് പറഞ്ഞിരിക്കുകയാണോ? ആ ദൈവത്തെ തള്ളി പറഞ്ഞിട്ട് മരിക്കും മനുഷ്യ. സകല പിടിവിടാവുന്ന എല്ലാ സാഹചര്യങ്ങളും ജോബിനുണ്ടായിരുന്നു. പക്ഷെ ജോബ് പറഞ്ഞെന്താ? അത് നമ്മൾ കാണുന്നുണ്ട്. 1-ാം അധ്യായത്തിൻ്റെ 21-ാമത്തെ വചനം എടുക്കുമ്പോൾ, ദൈവം തന്നു, ദൈവം എടുത്തു, ദൈവനാമം മഹത്വപ്പെടട്ടെ. ഇതാണ് ഈ കുഷ്ഠരോഗം ബാധിച്ചിരുന്ന മനുഷ്യൻ പോലും വിളിച്ചു പറഞ്ഞത്. വീണ്ടും നമ്മൾ കാണുന്നുണ്ട് 19-ാം അധ്യായം ജോബിൻ്റെ പുസ്തകം 19:26 വരുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ ചർമ്മം അഴുകിപ്പോയാലും, കുഷ്ഠമെന്ന് നമുക്കറിയാലോ എങ്ങനെ ഇരിക്കുന്നു, അഴുകിപ്പോയാലും അതിനുള്ളിൽ മാംസമുണ്ട്. ആ മാംസത്തിൽ കർത്താവിനെ കണ്ട് ഞാൻ ആ ദൈവത്തെ മഹത്വപ്പെടുത്തും. ഇവരുടെ ആത്മീയത എത്ര വലുതായിരുന്നു എന്നുള്ളത് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ പറ്റും. ആദ്യമായിട്ട് നമുക്ക് ഇതിൻ്റെ വെളിച്ചത്തിൽ നമ്മൾ ചിന്തിക്കുന്നത്, മനുഷ്യരെ വിരൂപരാക്കുന്നവരുണ്ട്. മനുഷ്യരെ വിരൂപരാക്കുന്ന മനുഷ്യർ. ഏതാനും വചനഭാഗങ്ങൾ എടുക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. ലൂക്കാ 7:36 മുതൽ വായിക്കുമ്പോൾ, ഒരു പാപിനിയായ സ്ത്രീ യേശുവിൻ്റെ കാൽക്കൽ കണ്ണീര് കൊണ്ട് ആ പാദങ്ങൾ കഴുകി തൈലം പൂശിയ വ്യക്തി. അവളെക്കുറിച്ച് ശിമയോൻ പറഞ്ഞൊരു കാര്യമുണ്ട്. ഇവളെ തൊടാൻ അറയ്ക്കണം, നമ്മളെ തൊടാൻ നമ്മൾ അനുവദിക്കരുത്. എന്തുകൊണ്ട് കർത്താവ് അത് അറിഞ്ഞ് അവളെ ഒഴിവാക്കിയില്ല എന്ന രീതിയിൽ സംസാരിക്കുന്നത് നമുക്കിവിടെ കാണാൻ പറ്റും. യോഹന്നാൻ 8:1 മുതൽ വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നുണ്ട്, ഒരു കൂട്ടം ആൾക്കാർ
വ്യഭിചാരത്തിന് പിടിക്കപ്പെട്ട ഒരു സ്ത്രീയെ കൊണ്ടുവന്നു. ഇവള് കല്ലെറിയപ്പെടേണ്ടവളാണ്, ഇവളിൽ ഒരു നന്മയുമില്ല, ഇവള് ജീവിച്ചിരിക്കരുത്, അങ്ങനെ പറഞ്ഞ് അവളെ വിരൂപയാക്കാൻ നോക്കിയ ജനക്കൂട്ടത്തെ കാണാൻ പറ്റും. പക്ഷെ കർത്താവ് ആ പാവിനിയോട് പോലും കരുണ കാണിച്ച് അവളെ ഒരു മനുഷ്യശ്രീയായിട്ട് സ്വീകരിക്കുന്ന, മാറ്റുന്ന ഒരു രംഗമാണ് യോഹന്നാൻ 8-ാം അധ്യായത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ കാണുക. ലൂക്കാ 18:9 മുതൽ വായിച്ചാൽ രണ്ടുപേര് ദേവാലയത്തിൽ പ്രാർത്ഥിക്കുന്ന രംഗം. ഒരു ചുങ്കക്കാരനും ഫരിസേയനും. ചുങ്കക്കാരൻ അവൻ്റെ കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ. ഫരിസേനോ അവനെപ്പറ്റി വലിയ കാര്യങ്ങളൊക്കെ പൊക്കി പറഞ്ഞു. അതിനുശേഷം അവൻ പറഞ്ഞൊരു കാര്യം, ആ നിൽക്കുന്ന ചുങ്കക്കാരൻ അവൻ നരകത്തിൽ പോകണം, അങ്ങനെ നരകത്തിൽ ഒരു കുഴിയും കൂടെ കുത്തി അതിനകത്ത് ഇടാൻ പറ്റുമെങ്കിൽ അതാണ് അവന് യോഗ്യമായിട്ടുള്ളത്. അങ്ങനെ അവന് വിരൂപനാക്കിയ ഒരു വ്യക്തിയായിട്ട് ഈ ഫരിസേയനെ നമുക്ക് കാണാൻ പറ്റും. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 26-24 വായിച്ചാൽ പൗലോസ്ലീഹ എത്രമാത്രം ആത്മീയതയുള്ള, കർത്താവിന് വേണ്ടി കത്തിജ്വലിച്ചു നിന്ന വ്യക്തിയായിരുന്നു എന്ന് നമുക്ക് കാണാൻ പറ്റും. ഫെസ്തൂസ് അവനെക്കുറിച്ച് പറഞ്ഞ എന്താ? ഇവന് ഭ്രാന്ത, ഇവന്റെ അറിവ് കൂടിയിട്ട് ഇവന് ഭ്രാന്ത് വന്നിരിക്കുകയാണ്. പൗലോസെ ഭ്രാന്ത എന്ന് വിളിക്കുന്ന ഒരു രംഗം ഇവിടെ നമുക്ക് കാണാൻ പറ്റും. രണ്ടാമതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, മനുഷ്യരെ വിരൂപരാക്കുന്നത് പോരാഞ്ഞിട്ട് ദൈവത്തെയും കൂടി വിരൂപരാക്കാൻ നോക്കുന്ന വ്യക്തികളെ നമുക്ക് കാണാൻ പറ്റും. ഇതുമായി ബന്ധപ്പെട്ട ഒരു ബൈബിൾ വചനം നമുക്ക് കാണാൻ പറ്റും. യെശയ്യാ 7:13. അവിടെ പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ മനുഷ്യരെ അസഹ്യപ്പെടുത്തുന്നത് പോരാഞ്ഞിട്ടാണോ ദൈവത്തെയും അസഹ്യപ്പെടുത്താൻ തുടങ്ങിയിരിക്കുന്നത്? മനുഷ്യരെ വിരൂപരാക്കുന്നത് പോരാഞ്ഞിട്ടാണോ നമ്മൾ ദൈവത്തെയും വിരൂപരാക്കുക? ആ ഒരു ചോദ്യമാണ് അവിടെയുള്ളത്. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 9-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വചനം എടുക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നുണ്ട്, സാവൂളിനോട് യേശു പറഞ്ഞൊരു കാര്യം, നീ പീഡിപ്പിക്കുന്നത് ആരെയാണെന്നറിയോ? എന്നെ തന്നെയാണ്. ക്രിസ്ത്യാനികളെ നീ പീഡിപ്പിക്കുമ്പോൾ ക്രിസ്തുവിനെ തന്നെയാണ് പീഡിപ്പിക്കുക. ആ യേശുവിനെ വിരൂപനാക്കുന്ന ഒരു രംഗമാണ് അവിടെ നമ്മൾ കാണുക. വീണ്ടും നമ്മൾ കാണുന്നുണ്ട് മത്തായി 25:31 മുതൽ വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട്, ഈ അന്ത്യവിധി അത് എന്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും? കൃത്യമായിട്ട് വചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. എളിയവരിൽ ഒരാൾക്ക് നീ ചെയ്തപ്പോൾ എനിക്ക് തന്നെ ചെയ്തു. ഈ എളിയവരിൽ ഒരാൾക്ക് നീ ചെയ്തു കൊടുക്കാതിരുന്നപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്യാതിരുന്നത്. അപ്പം അതുകൊണ്ട് മനുഷ്യരെ നമ്മൾ വിരൂപരാക്കുമ്പോഴും ദൈവത്തെയാണ് വിരൂപനാക്കുന്നത് എന്ന ആ ഒരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം. ദൈവത്തെ വിരൂപനാക്കിയ കുറച്ച് വ്യക്തികളെക്കുറിച്ച് ബൈബിളിൽ നമുക്ക് കണ്ടെത്താം. മർക്കോസ് 6:3 മുതൽ വായിക്കുമ്പോൾ യേശുവിനെക്കുറിച്ച് ചിലർ സൂചിപ്പിച്ച ഒരു കാര്യം, ഇവൻ തച്ചനല്ലേ, മരപ്പണിക്കാരൻ. ദൈവത്തെക്കുറിച്ച് ഒരു കമന്റ് പറഞ്ഞതാണ്, അവൻ്റെ ദൈവികത അംഗീകരിക്കുന്നതിനേക്കാൾ ഇവൻ വെറും മരപ്പണിക്കാരൻ. അങ്ങനെ യേശുവിനെ വിരൂപനാക്കുന്ന ഒരു രംഗമാണ് അവിടെ നമ്മൾ കാണുക. ലൂക്കാ 5:21 വായിക്കുമ്പോൾ ഇവൻ ദൈവദൂഷണം പറയുന്നവനാണ്. യേശുവിനെ അങ്ങനെ ഒരു കമന്റ് പറഞ്ഞ് വിരൂപനാക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. മത്തായി 27:63 വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, ഇവൻ വഞ്ചകനാണെന്ന് പറഞ്ഞിരിക്കുന്നത്. ഇതെല്ലാം ദൈവത്തെ പോലും വിരൂപനാക്കുന്ന ചില രംഗങ്ങളാണ് എന്നുള്ള യാഥാർത്ഥ്യം നമുക്ക് മനസ്സിലാക്കാം. ഈ ഒരു പാപത്തിലേക്ക് വീഴാതിരിക്കാനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രതിഷ്ഠാ ജപത്തിൽ പങ്കുചേർന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ദൈവത്തിൻ്റെ വചനം സ്വീകരിച്ചവരാണ് നമ്മൾ. ഇവിടെ എല്ലാ ആവശ്യങ്ങളെയും ദിവികാരുണ്യനാഥൻ്റെ മുമ്പിൽ സമർപ്പിച്ച് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. നിങ്ങളുടെയോ നിങ്ങളുടെ കുടുംബത്തിൻ്റെയോ നിങ്ങൾക്കറിയാവുന്ന മറ്റു വ്യക്തികളുടെയോ പ്രാർത്ഥനാ നിയോഗങ്ങളെ കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുക. ദൈവം നമ്മുടെ പ്രാർത്ഥന സ്വീകരിച്ച് നമ്മുടെ ഉദ്ദിഷ്ട കാര്യങ്ങൾ നിറവേറ്റി തരുന്നു എന്നുള്ള വിശ്വാസത്തോടെ കർത്താവിനെ താഴ്ന്ന സ്വരത്തിൽ സ്തുതിച്ച് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം. യേശുവേ നന്ദി, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും അവിടുന്ന് ഏറ്റെടുക്കണമേ. ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും ലോകം മുഴുവനെയും അനുഗ്രഹിക്കുവാൻ അങ്ങ് തിരുവുള്ളമാകണമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മറ്റൊരു എപ്പിസോഡുമായി നാളെ വീണ്ടും നമുക്ക് ഒന്നിക്കാം. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.